ഹായ് ഹലോ. ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് കറിക്കുള്ള കോവയ്ക്ക പറിക്കാമെന്ന് വെച്ചു. രാവിലെ എണീറ്റ് ഫോണിൽ കളിക്കുന്ന കുഞ്ഞുപെണ്ണിനെ വിളിച്ചു കോവയ്ക്ക പറിക്കാൻ. അവൾക്ക് സമയമില്ല പോലും. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ തന്നെ കോവക്ക പറിക്കാൻ ഇറങ്ങി. അത്യാവശ്യം നമ്മുടെ കോവലിൽ കോവയ്ക്കയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ കോവയ്ക്ക, ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. ഇപ്പം മഴയായതുകൊണ്ടിട്ടാണ് കോവയ്ക്ക അല്പം കുറവുള്ളത്. മഴക്കാലത്ത് പൊതുവെ എല്ലാ കൃഷികളിലും വിളവ് വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് കോവയ്ക്കയിൽ. 1-2 ആഴ്ച നല്ല വെയിൽ കിട്ടിയാൽ ഇഷ്ടം പോലെ വിളവും കിട്ടും കേട്ടോ. പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട എന്നതാണ് മറ്റു കൃഷികളെ അപേക്ഷിച്ച് കോവൽ കൃഷിക്കുള്ള പ്രത്യേകത. കൃഷിയിലേക്ക് ഇറങ്ങുന്ന തുടക്കക്കാർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കോവൽ കൃഷി. കോവൽ തണ്ട് നട്ട് നമുക്ക് ഏകദേശം 3 മാസം അല്ലെങ്കിൽ 2.5 മാസം കൊണ്ട് തന്നെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ മൊത്തം 4 കോവൽ തണ്ടാണ് നട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീടിൻ്റെ ചുറ്റും കോവൽ പന്തലാണ്. വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് ആശ്വാസവും കിട്ടും കേട്ടോ. ഇത് നോക്ക്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോവയ്ക്കയാണ്. കോവൽത്തണ്ട് നടുന്നതും അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കോവയ്ക്ക കൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. കോവൽ തോരൻ വെച്ചത്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, കോവയ്ക്ക പൊള്ളിച്ചത്, പിന്നെ കോവയ്ക്ക കൊണ്ടാട്ടം, കോവയ്ക്ക അച്ചാറ്, കോവയ്ക്ക കൊണ്ട് ബജ്ജി, ഇതെല്ലാം വളരെ ടേസ്റ്റിയാണ്. വീട്ടിലിപ്പോൾ കോവയ്ക്ക കൊണ്ട് ഒരു വിഭവം പോലും ഇല്ലാത്ത ഒരു ദിവസമില്ല എന്ന് വേണം പറയാൻ. എന്നാലും പ്രത്യേകിച്ച് മടുപ്പൊന്നും തോന്നാറില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യണം. എവിടുന്നെങ്കിലും ഒരു കോവൽത്തണ്ട് സംഘടിപ്പിക്കുക, നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുക. അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകരിക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇന്ന് കോവയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഇഷ്ടമില്ലാത്തവർ ചുരുക്കമായിരിക്കും. ഭൂരിപക്ഷം ആൾക്കാർക്കും കോവയ്ക്ക എന്ന് പറയുന്ന ആ ഒരു പച്ചക്കറി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് പറിച്ചെടുത്ത കോവയ്ക്ക കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കണ്ടോ, കാണാൻ തന്നെ നല്ല അട്രാക്റ്റീവാണ്. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ കോവലൊക്കെ പറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കോവലുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാർക്കും നമുക്കും അടുക്കളയിലേക്ക് ഒരു വിഭവം റെഡിയാക്കാനുള്ള പച്ചക്കറി അല്ല കോവയ്ക്ക നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ